ഇന്ത്യയിൽ ആദ്യമായാണ് ബധിര സമൂഹത്തിൽ നിന്ന് ഒരാൾ വൈദിക പദവിയിലെത്തുന്നത്. ഇന്ത്യയിൽ 6 കോടിയോളം വരുന്ന ബധിര സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി വൈദികനായി തന്നെ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്നു. ഡീക്കൻ ജോസഫ് തേർമഠമാണ് ഇന്ത്യയിലെ ബധിര സമൂഹത്തിന് അഭിമാനമാകുന്നത്. ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളവും കേരള സഭയെ സംബന്ധിച്ചിടത്തോളവും ഹോളി ക്രോസ് സഭയെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തിൻ്റെ ഈ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന്, ബധിര സമൂഹത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വൈദികനായിട്ട് ഡീക്കൻ ജോസഫ് തേർമഠം മെയ് 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വൈദികനാകുവാൻ പോവുകയാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ബധിര സമൂഹത്തിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമതായിട്ട് ബധിര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് അവർ വളരെയധികം മാധ്യമങ്ങളിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുമൊക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിനു മുമ്പും സജീവമായിരുന്നു എങ്കിലും ലോകം കൂടുതൽ അവരെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടാണ്. അവർക്കെല്ലാവർക്കും കൂടുതൽ അംഗീകാരം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ വ്യക്തമായി ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്കിടയിലുള്ള അവരുടെ ഏറ്റവും മിടുക്കനായ ഒരു മകനെ ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണിത്. തീർച്ചയായിട്ടും ഇതിൽ പ്രത്യേകതകളുണ്ട്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുവാനുള്ളത് ഹോളി ക്രോസ് സഭയെക്കുറിച്ചാണ്. ഇതിൽ പ്രധാനമായി എടുത്തു പറയാനുള്ളത് ഈ ഡീക്കൻ ജോസഫ് തേർമഠത്തിൻ്റെ മാതാപിതാക്കളാണ്. അവനെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്ന, ഈ ബ്രദറിനെ ഈ നിലയിലേക്ക് എത്തിച്ച ഹോളി ക്രോസിലെ പല വൈദികരും, അവരുടെ മുന്നിലുള്ള പ്രൊവിൻഷ്യൽമാർ, ഇവരൊക്കെ എല്ലാം തന്നെ ഒരു പ്രത്യേകത നിറഞ്ഞ ഈ ഒരു പട്ടത്തിന് ഒത്തിരിയധികം കാരണക്കാരായിട്ട് വന്നിരിക്കുകയാണ്. 2024 മെയ് 2-ന് തൃശ്ശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ കൈവപ്പ് വഴി ഡീക്കൻ ജോസഫ് ശുശ്രൂഷ പൗരോഹിത്യത്തിനായി അഭിഷിക്തനാകുന്നു. കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസ് ആണ് അദ്ദേഹത്തിൻ്റെ സഭ. തൃശ്ശൂർ ജില്ലയിൽ സെൻറ്റ് ചാവറ ഇടവകയിൽ തേർമഠം TL തോമസ്, റോസി തോമസ് ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവനായി 1986 ഒക്ടോബർ 26-ന് ജോസഫ് ജനിച്ചു. പിതാവ് TL തോമസ് ഇൻഷുറൻസ് ഏജൻറ്റും മാതാവ് വീട്ടമ്മയും ഏക സഹോദരൻ സ്റ്റാലിൻ ബാങ്ക് ജീവനക്കാരനുമാണ്. സഹോദരൻ വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ്. സഹോദര ഭാര്യ സൺലി സ്റ്റാലിൻ. ഡീക്കൻ ജോസഫ് തേർമഠത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുന്നിടയിൽ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ ഇതിനോട് വലിയൊരു താല്പര്യം കാണിച്ചായിരുന്നു. അത് മാതാപിതാക്കളോട് പറയുവാൻ ആദ്യമൊക്കെ അദ്ദേഹം ഒത്തിരി മാറി നിന്നു. പക്ഷേ പിന്നീടാണ് പതുക്കെ അദ്ദേഹം മനസ്സിലായത്, കാഴ്ചപരിമിതി ഉള്ള ഒരു വ്യക്തി വൈദികനാകുന്നതും, അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കത്തോലിക്കാ സഭയിൽ വൈദികനാകുവാൻ സാധിക്കും എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആഗോള സഭയിൽ ഏതാണ്ട് 25ഓളം ബധിരരായിട്ടുള്ള വൈദികർ ഉണ്ട്. കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു സഭയാണ്. ആ സഭയ്ക്ക് മനസ്സിലായി ബധിര സമൂഹത്തിന് കൂടുതൽ സമർപ്പിതരായിട്ടുള്ള വ്യക്തികളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഡീക്കൻ ജോസഫ് തേർമഠത്തിന് ഇതുപോലുള്ളൊരു സൗഭാഗ്യം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2008 ഫാദർ ടോം കോളിൻ വഴി ഡൊമിനിക്കൽ മിഷണറീസ് ഓഫ് ദി ഡെഫ് അപ്പസ്തോലേറ്റ് സെമിനാരിയിൽ ചേർന്നു. 2009 ആദ്യ വ്രതവും 2012 നിത്യവ്രതവും ചെയ്തു. തുടർന്ന് തൻ്റെ വിളി ഇവിടെയല്ലെന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് വ്രതത്തിൽ നിന്ന് ഇളവ് വാങ്ങി സെമിനാരിയിൽ നിന്ന് 2015 തിരികെ പോന്നു. 2015-17 കാലയളവിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ബെനഡിക്ട് ഡഫ് പാരിഷിൽ സേവനം ചെയ്തു. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസ് അംഗമായിരുന്ന ഫാദർ ബിജു മുലക്കരയെ പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഈ കോൺഗ്രിഗേഷൻ വർഷങ്ങളായി ബധിരർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. കാനഡക്കാരനായ ഫാദർ ഹാരി സ്റ്റോക്ക് ഏതാണ്ട് 35ഓളം വർഷങ്ങളായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ബധിരർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്തിരുന്നു. ഒപ്പം ബധിരർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പലർക്കും അദ്ദേഹം ഒരു പ്രചോദനവുമായിരുന്നു. അദ്ദേഹമാണ് 2003 റവറൻ ഫാദർ ബിജുവിനെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന് ശേഷം 2008 തൻ്റെ പ്രഥമ ദിവ്യബലി ആംഗ്യഭാഷയിൽ അർപ്പിച്ച ഫാദർ ബിജു
തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2017 വരെ കേരളത്തിലെ ബധിര വിദ്യാലയങ്ങളിൽ ആംഗ്യഭാഷയിൽ കൂദാശകൾ പരികർമ്മം ചെയ്തും കൗൺസിലിംഗ്, മൂല്യാധിഷ്ഠിത ക്ലാസുകൾ എന്നിവയിലൂടെയും ബധിര വ്യക്തികളെ സഹായിച്ചുകൊണ്ടിരുന്നു. സഭയുടെ പൊതു ശുശ്രൂഷയിലേക്ക് ഇത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആംഗ്യഭാഷയിലൂടെയാണ് സാധാരണ ഇവർ ആശയവിനിമയം നടത്തുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിലും ആംഗ്യഭാഷയുടെ ഒരു വരവാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ സഭ ഇതിന് വളരെയധികം സ്വീകാര്യതയാണ് നൽകിയത്. നമ്മുടെ പിതാക്കന്മാരെല്ലാം വളരെയധികം തുറന്ന മനസ്സോടുകൂടിയാണ് നമ്മളെല്ലാം സ്വീകരിച്ചത്. ഇവരുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടത്ര എല്ലാ വിട്ടുവീഴ്ചകളും നമുക്ക് നൽകിക്കൊണ്ട് ഇവർക്ക് ആശയവിനിമയമാണ് പ്രധാനമെന്നും അതിലൂടെ ദൈവത്തെ അറിയണം, ആരാധനാക്രമങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കണമെന്നുമൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗ്യഭാഷയിലൂടെ തുടർന്നുള്ള ആരാധനാക്രമങ്ങളും കൂദാശ പരികർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ വീണ്ടും ഒന്നിപ്പിക്കുവാനും ശാക്തീകരിക്കുവാനും ഒക്കെ സാധിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബ്രദറിനെ എവിടെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ടാണ് കാണുന്നത്. ഒരിടത്തും തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ എനിക്ക് ആരിൽ നിന്ന് തന്നെ കിട്ടിയിട്ടില്ല. അവരെല്ലാവരും വളരെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്രദറിൻ്റെ ഒരു അപ്രോച്ചും, ഡീക്കൺ ജോസഫ് തേർമഠത്തിൻ്റെ വ്യക്തിപരമായ ഒരു അപ്രോച്ചും വളരെ സ്വീകാര്യമായ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഡെഫ് സമൂഹത്തിൽ നിന്ന് വന്നുവെങ്കിൽ തന്നെയും കേൾവി സമൂഹത്തിനോടൊപ്പം അദ്ദേഹം ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ട് രണ്ടിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ലോകങ്ങളാണ് മെർജാകുന്നത് ഇതിനകത്ത്. ഡെഫ് വേൾഡും ഹിയറിംഗ് വേൾഡും എന്ന രണ്ട് ലോകങ്ങൾ മെർജാകുന്നിടത്താണ് ഈ വൈദികൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സഭയുടെ നിയമങ്ങളും ഒപ്പം സഭയുടെ കരുണയുമൊക്കെ എല്ലാം ഈ ഒരു വൈദികനിലൂടെ ബധിര സമൂഹവും മറ്റെല്ലാ സമൂഹവും അറിയുവാൻ പോവുകയാണ്. ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. തടസ്സങ്ങളും വെല്ലുവിളികളൊക്കെ ആശയവിനിമയത്തിലും ദൈനംദിന ജീവിതത്തിലുമൊക്കെ, ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും അതിനെല്ലാം മറികടന്നുകൊണ്ട് അതിനേക്കാളും വലിയൊരു ശക്തി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. 2017 ഹോളി ക്രോസിൽ പ്രവേശിച്ച ജോസഫ് 2018 പരിശീലനത്തിനായി പൂനെയിലായിരുന്നു. 2019 എയർകാർഡ് നോവിറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം റീജിയൻസി കാലയളവിൽ 2020-21 ഐമനത്തും 2022 കാൻപൂർ ബധിര വിദ്യാലയത്തിലും ശുശ്രൂഷ ചെയ്തു. 2023 പൂനെയിലെ ഹോളി ക്രോസ് സെമിനാരിയിലെ പഠനത്തിന് ശേഷം ഡീക്കൻ പട്ടം ലഭിച്ചു. 2024 മെയ് 2 അദ്ദേഹം വൈദികനായി അഭിഷിക്തനാവുക. പൊതുവെ അദ്ദേഹത്തിന് ഈ സഭാപരമായ കാര്യങ്ങളെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ എല്ലാം അറിയുവാനുള്ള താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഹോളി ക്രോസ് ആശ്രമത്തിൽ തന്നെ അദ്ദേഹം ഞങ്ങളെല്ലാവരുമായിട്ടും വളരെയധികം മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. ബധിര വൈദികനാകാൻ പോകുന്ന ഈ ഡീക്കൻ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മുടെ സാധാരണ മറ്റ് ജനങ്ങളിലും അദ്ദേഹം സജീവമാണ്. ഭവന സന്ദർശനം, പ്രാർത്ഥന, വെഞ്ചരിപ്പ് കർമ്മങ്ങൾ, ഇതിലെല്ലാത്തിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം വരാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് രണ്ട് കമ്മ്യൂണിറ്റിയെയും സമൂഹത്തെയും ഒരുമിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും അദ്ദേഹത്തിനുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനൊരു പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ച് തന്നെ കമ്പ്യൂട്ടർ പരമായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ നോളജബിളാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹം നന്നായിട്ട് വരയ്ക്കും. പിന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപെടാനൊക്കെ പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നമുക്ക് ആംഗ്യഭാഷ അറിയില്ലെങ്കിൽ കൂടി അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക സിദ്ധിയുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവരുടെ മാതാപിതാക്കളെ കുറിച്ചാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് ഈ ജോസഫ് ഡീക്കൻ ബ്രദറിൻ്റെ മാതാപിതാക്കളെയാണ്. ഇന്ന് ഈ ഡീക്കൻ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൽ ഞങ്ങളെക്കാളും കൂടുതൽ ശ്രമിച്ചതും ക്ഷമയോടുകൂടി പിന്തുടർന്നതും പലതരത്തിലുള്ള തടസ്സങ്ങളെ നേരിട്ടതുമൊക്കെ എല്ലാം ഈ ഡീക്കൻ്റെ മാതാപിതാക്കളാണ്. അവരുടെ ദൃഢമായ ഒരു പിന്തുണ ഇതിൻ്റെ പിന്നിലുണ്ട്.
പ്രത്യേകിച്ചും ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ബധിര സമൂഹത്തിലെ മാതാപിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ നിശബ്ദമായി സഹിക്കുന്ന ഒരു മാതാപിതാക്കളെന്നാണ് ഞാൻ എപ്പോഴും അവരെ വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആശയവിനിമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ, അവരുടെ മക്കൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കുവാൻ, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാകുന്നതിനിടയിൽ പോലും ഈ ഒരു ഡീക്കനെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കുവാൻ അവർ കാണിച്ച ഒരു വല്ലാത്തൊരു പ്രയത്നം, അതിൻ്റെ പിന്തുണ, അത് വളരെ വളരെ ആഴത്തിലുള്ളതാണ്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിലെ ബധിര സമൂഹത്തിന് ഇത് അഭിമാന നിമിഷമാണ്. കാരണം ആഗോള കത്തോലിക്ക സഭയിൽ 25ഓളം ബധിര വൈദികർ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായാണ് ബധിര സമൂഹത്തിൽ നിന്നൊരാൾ വൈദിക പദവിയിലെത്തുന്നത്. ഇന്ത്യയിലെ ബധിര സമൂഹത്തിന് വലിയൊരു പ്രചോദനമായി ഇദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതം മാറുമെന്ന് പ്രത്യാശിക്കാം. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ബധിരരായ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ബ്രദർ മറ്റ് മാധ്യമങ്ങളിൽ പറഞ്ഞതുപോലെ അവരുടെ കാറ്റഗിസം സ്റ്റഡീസ് മുതൽ കൂദാശ പരികർമ്മം വരെ അവരുടേതായ ഭാഷയിൽ പരികർമ്മം ചെയ്തുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.